ഇന്നൊരു ചിരിയണ്ണനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമ്മുടെ ചിരിയണ്ണൻ്റെ വീട് ചിരിയണ്ണൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ചിരിയണ്ണൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഉടായിപ്പണ്ണൻ നൈസായിട്ട് അടിച്ചു മാറ്റും. അങ്ങനെ നമ്മുടെ ചിരിയണ്ണനെ മെൻ്റലായി പോവും ഗൈസ്. നമ്മുടെ ചിരിയണ്ണൻ്റെ വീട് പൊളിച്ചിട്ട് നമ്മുടെ ഉടായിപ്പണ്ണൻ അവിടെ ഒരു വലിയ വീട് പണിയും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് തുടങ്ങിയിട്ട് നമ്മുടെ ഗാന്ധിജിയുടെ കണ്ണാട വരെയുണ്ട്. അത് ഒറിജിനലാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കലാണ് നമ്മുടെ ഉടായിപ്പണ്ണൻ്റെ പരിപാടി. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ആ മോതിരം അത് എവിടെ നിന്ന് കിട്ടി? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. പിന്നെ ഈ പടത്തിന് നമ്മുടെ സൈജ് കുറുപ്പുണ്ട്. സൈജ് കുറുപ്പ് ഈ പടത്തിന് ഒരു ദാരിദ്ര്യം പിടിച്ച ആളാ ഗൈസ്. സൈജ് കുറുപ്പ് എന്നിട്ട് കടം വാങ്ങാനായിട്ട് നമ്മുടെ ഉടായിപ്പണ്ണൻ്റെ അടുത്തേക്ക് പോവും. ചിരിയണ്ണൻ എന്നിട്ട് റിവഞ്ച് ചെയ്യാനായിട്ട് വരും ഉടായിപ്പണ്ണനോട്. ഒരു സാന്ത്വനം മൃദു സാന്ത്വനം എന്നെവിടെയാ മൊഴികൾ, എന്നെവിടെയാണിരുളകലുന്നൊരു പുലരി സൂര്യമുഖ, ഇനിയൊരു പുതിയ മുഖം. ഇടയ്ക്കൊക്കെ കുറെ റോമാഞ്ചിഫിക്കേഷൻ സീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ രോമം ഒന്നും എണീക്കുന്നില്ല. ഞാൻ അങ്ങനെ തട്ടി നോക്കി രോമം എവിടെയെങ്കിലൊക്കെ എണീക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രോമം. പിന്നെ ചിരിയണ്ണനൊരു സംശയം, ഉടായിപ്പണ്ണൻ എന്ത് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ചിരിയണ്ണൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് വീട് എഴുതി വാങ്ങിയെന്ന് അറിയണമെന്ന് പറയും. എന്നിട്ട് ഉടായിപ്പണ്ണൻ ആ കഥ പറയും. എടാ, ഞാൻ നിന്റെ അപ്പനോട് ഒരു സൈൻ ഇട്ട് തരുമെന്ന് ചോദിച്ചു. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഇത് കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ ചിരിയണ്ണൻ പാട്ട് പാടും. ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെയൊക്കെ കൊന്നുകളഞ്ഞേക്ക്. പിന്നെ ചിരിയണ്ണൻ ഇവരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കും. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. പിന്നെ നമ്മുടെ ചിരിയണ്ണനും ഉടായിപ്പണ്ണനും കൂടി ബോക്സിങ് ചെയ്യല്, നെഞ്ചക്ക് കറക്കല്, അങ്ങനെ എന്തിട്ടാണ്ടൊക്കെ കാട്ടിക്കൂട്ടും. എന്തിനാണോ ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. പിന്നെ ഈ അപരാധ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ചിരിയണ്ണനും ഉടായിപ്പണ്ണനും കൂടി ഇടി കൂടാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ ഉടായിപ്പണ്ണൻ നമ്മുടെ ചിരിയണ്ണനെ ഇടിച്ച് കൂട്ടും. ഇത് നേരത്തെ ചെയ്തെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പടം കഴിഞ്ഞാനെ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. 3 പേരും തോറ്റുപോയവരാണ്. ചിരിയണ്ണൻ അങ്ങനെ പടായി ഗൈസ്. പിന്നെ നമ്മുടെ ചിരിയണ്ണൻ ഉണ്ടല്ല, ചത്താലും ചിരിച്ചട്ട ചാവുള്ളൂ. പിന്നെ നമ്മുടെ ഉടായിപ്പണ്ണൻ നമ്മുടെ ചിരിയണ്ണനെ എടുത്തിട്ട് കടലിലേക്ക് കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടിടും. അങ്ങനെ പടം കഴിഞ്ഞ്